The revelation of Christ, number one, you are rooted on the rock. ഒന്നാമത്തെ വെളിപ്പാട് നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കുന്നവരാണ്. Nothing can come against you. നിങ്ങൾക്കെതിരെ മറ്റൊന്നിനും കടന്നു വരുവാൻ കഴിയില്ല. Number three, മൂന്നാമത്തെ കാര്യം, most important, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, I will give you the keys താക്കോലല്ല, ഞാൻ താക്കോലുകൾ തരും of the kingdom of God where you are. നിങ്ങൾ ആയിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിങ്ങൾക്ക് തരും. And what does the key do? എന്താണ് ഒരു താക്കോലിന് ചെയ്യുവാൻ കഴിയുന്നത്? It open doors. അതിന് വാതിലുകളെ തുറക്കുവാൻ കഴിയും. It shut doors. അതിന് വാതിലുകളെ അടയ്ക്കുവാനും കഴിയും. അടയ്ക്കാനും തുറക്കാനുള്ള അധികാരം. Key means authority. താക്കോൽ സൂചിപ്പിക്കുന്നത് ഒരു അധികാരത്തെ അത്രേ. He says, I will give you keys, different levels. യേശു കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് താക്കോലുകൾ തരും എന്ന് പറഞ്ഞാൽ പല നിലവാരത്തിലുള്ള താക്കോലുകൾ. And then he says, എന്നിട്ട് യേശു പറയുകയാണ്, what you will lock, it is locked. നിങ്ങൾ ഈ ഭൂമിയിൽ എന്തിനെ ബന്ധിക്കുന്നോ അത് ബന്ധിക്കപ്പെട്ടതാണ്. When you open, it is open. നിങ്ങൾ എന്തിനെ തുറന്നു വിടുന്നു അത് തുറക്കപ്പെട്ടത് അത്രേ. Whom is he talking about? ആരെ കുറിച്ചാണ് യേശു കർത്താവ് He's not പറയുന്നത്? talking about Peter. അത് പത്രോസിനെ കുറിച്ച് മാത്രമല്ല, He is talking about the rock that is Christ. അത് ക്രിസ്തു എന്ന ആ പാറയിൽ വളരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. He is talking about the church, അത് സഭയെ കുറിച്ചാണ് അവൻ പറഞ്ഞത്, which has the foundation in Christ. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സഭയെ കുറിച്ച്. Number one, ഒന്നാമത്തെ കാര്യം, they will be on the rock. അവർ ആ പാറയിൽ അടിസ്ഥാനപ്പെട്ടവരാണ്. Gates of hell also will not prevail. പാതാള ഗോപുരത്തിന് പോലും അവരെ ജയിക്കുവാൻ കഴിയില്ല. They will have the keys. അവർക്ക് താക്കോലുകൾ കൈവശമുള്ളവരാണ്. And what they say, lock and close, it will happen. അവർ തുറക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് തുറക്കും, അവർ അടച്ചാൽ അത് അടയപ്പെട്ടിരിക്കും. Hallelujah. ഹല്ലേലൂയ.